സോ അങ്കിൾ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അങ്കിൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അങ്കിളുടെ ഈ ജേർണിയിലൂടെ അങ്കിൾക്ക് തോന്നിയതായിട്ടുള്ള കാര്യങ്ങൾ, വാട്ട് യു ഹാവ് ടു ഷെയർ വിത്ത് യൂത്ത്, അല്ലെങ്കിൽ എന്താണ് ഒരു അഡ്വൈസ് എന്ന രീതിയിൽ യൂത്തിനോട് പറയാനുള്ളത്? നമ്മുടെ യൂത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എന്തോ അഡ്വൈസ്. യൂത്ത് നല്ല മക്കൾക്ക് അഡ്വൈസ് ആരും ഇഷ്ടപ്പെടാറില്ല. അത് കാരണം അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ അഡ്വൈസ്. എന്നാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒറ്റ ജീവിതമേ ഉള്ളൂ. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ എപ്പിസോഡിലും പറഞ്ഞതാണ്, ഇത് അങ്ങോട്ട് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിക്കണം. പക്ഷെ ഈ അടിച്ചുപൊളി മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം. ആ സമയം ഒരു ശകലം പോലും സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് ഏതെങ്കിലും യൂത്ത് ഏതെങ്കിലും കാരണവശാല് ഒരു പക്ഷെ സഭയിൽ നിന്നോ MCOയിൽ നിന്നോ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ചെറുതായിട്ടെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് രമ്യതപ്പെട്ടിട്ട് സന്തോഷത്തോടെ പോകണം. ഈ സമയം പിന്നെ തിരിച്ചു വരില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ആരോഗ്യം അത് മക്കളുടെ കയ്യിലാണ്, ഒരു സംശയവുമില്ല. ഒരു ചെറിയ വിഷമമായിട്ടിരിക്കുന്ന അപ്പനോടോ അമ്മയോടോ മക്കൾ തോളെ കൈവിട്ട് എന്തോ പപ്പ എന്തോ പറ്റി അല്ലെങ്കിൽ എന്തോ മമ്മി എന്ന് ചോദിച്ചാൽ അവരുടെ പകുതി അസുഖം മാറും. ഒരു BP ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ മക്കളുടെ സന്തോഷം കാണുമ്പോൾ അതിൽ ഒരു പക്ഷേ നോർമലാണ്. ഈ MCYMന്റെ പ്രായം, നമ്മളിപ്പോൾ MCYMനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ MCYMന്റെ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ നമ്മൾ അത് ചേർത്തേ പറയാൻ പറ്റത്തുള്ളൂ. ഈ 15-30 വയസ്സ് പ്രായം, ഈ പ്രായത്തിലാണ് പ്രധാനപ്പെട്ട 3 കാര്യം നടക്കുന്നത് മാക്സിമം. ഒന്ന്, മാതാപിതാക്കൾ കാണാൻ സാധിക്കും എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് പൂർത്തിയാക്കിയത്. നിങ്ങളുടെ മോൻ അല്ലെ മോള് ഈ കോളേജിൽ പഠിച്ചത് ഞങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് അവരുടെ കോളേജിൽ നിന്ന് പറയണം, കേൾക്കണം, അതിലൊരു ഭാഗ്യം. ഫ്രണ്ട്സ് പറയണം, എടാ ഇവള് ഞങ്ങളുടെ കൂട്ടുകാരനായത് ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. അത് എങ്ങനെ മോൻ പാസ്സായി, എത്രമാത്രം റിസൾട്ട് കിട്ടി എന്ന ഒരു മാതാപിതാക്കൾ കാണാനുള്ളൊരു ഭാഗ്യം. ഇതൊരു നല്ലൊരു കാഴ്ചയായിരിക്കണം മാതാപിതാക്കൾക്ക്. എൻ്റെ മക്കൾക്ക് എങ്ങനെ ജോലി കിട്ടി, എന്ത് ജോലി കിട്ടി എന്ന് കാണാനുള്ളൊരു ഭാഗ്യം. മനസ്സിലായില്ലേ? മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ മക്കളുടെ ഇടപെടൽ എങ്ങനെ, സമൂഹവുമായിട്ട് ദേവാലയവുമായിട്ടൊക്കെ എൻ്റെ മക്കളുടെ ഇടപെടൽ എങ്ങനെ, അത് കാണാനുള്ള ഭാഗ്യം. എങ്ങനെ കല്യാണം കഴിക്കുന്നു എന്ന് കാണാനുള്ളൊരു ഭാഗ്യം. നമുക്ക് കാര്യം ശ്രദ്ധിച്ചോണം, ഈ 15-30 വയസ്സിനിടയ്ക്ക് മാക്സിമം ഇത് നടക്കണം. ഇത് മാതാപിതാക്കൾക്ക് സന്തോഷമുള്ള കാഴ്ചയാണെങ്കിൽ അവരുടെ ആരോഗ്യം മുമ്പോട്ട് പോകും. ഏതിനകത്തെങ്കിലും മക്കൾ കാരണം ചെറിയ വീഴ്ച വന്നെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കും. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പഠന മേഖലകളിൽ നല്ല അനുഗ്രഹമായിരിക്കണം. എല്ലാ മേഖലകളിലും നമ്മൾ കണ്ടിട്ടില്ല, ചില കുഞ്ഞുങ്ങളെ കോളേജിൽ നിന്ന് പിടിച്ചു, പോലീസുകാർ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവർ പല ഇഷ്യൂസ് നമ്മൾ കാണാറുണ്ട്. അവരോട് മിസ്ബിഹേവ് ചെയ്തു. ഈ അവരുടെ കലാലയ ജീവിതത്തിൽ ഇതൊന്നും വരാതെ നല്ല ചിന്തകളിലായിട്ട് കുഞ്ഞുങ്ങൾ വളരണം. സമൂഹത്തിൽ നല്ല പേരെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ജീവിക്കണം, നല്ല ജോലി കിട്ടണം, മാതാപിതാക്കളുടെ ഇഷ്ടം പോലെ നല്ല വിവാഹ ജീവിതം, ഇതൊക്കെ മാതാപിതാക്കൾക്ക് സന്തോഷമുള്ള ഒരു കാഴ്ച കൊടുക്കാൻ, ഒരു കേൾവിയാകാൻ സാധിക്കട്ടെ. അത് യൂത്തിന് വലിയൊരു പ്ലസ് പോയിന്റാണ്. അതിൻ്റെ കൂടെ ആ പ്രായത്തിലാണ് MCOയുമായിട്ട് ചേർന്നാണ് കുഞ്ഞുങ്ങൾ പോകുന്നത്. മനസ്സിലായില്ലേ? ഈ 15-30 വയസ്സിനിടയ്ക്ക് ഇതൊക്കെ നടക്കും. അത് ഒരു യെസ്. അതുകൊണ്ട് അങ്ങനെ എല്ലാ യൂത്തിനും സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നല്ല അനുഗ്രഹപ്പെട്ട യൂത്ത് ആയിട്ട് തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് അങ്കിൾ. സോ അങ്കിൾ, ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അങ്കിളുടെ ഈ 10 years ലോങ് ജേർണിയിൽ MCYMന്റെ അങ്കിൾ കുറേ ടൈമും എഫേർട്സും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്കിൾക്ക് സപ്പോർട്ടായി കുറേ പേര് കൂടെ നിന്നിട്ടുണ്ടെന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സോ അങ്കിൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്, അല്ലെ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുന്നത് ആരോടൊക്കെയാണ്? അങ്ങനെ നമ്മളിപ്പോൾ ഒരു നന്ദിയായിട്ട് പറയുകയാണെങ്കിൽ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. കാരണം ഈ 8-10 വർഷത്തെ ഈ MCYM ജേർണിയിൽ പല രീതിയിൽ എന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. ആദ്യമേ ബർണബാസ് പിതാവിലാണ് തുടങ്ങേണ്ടത്. ബർണബാസ് പിതാവല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ എന്നെ ഉറപ്പിച്ച് നിർത്തിയത്, എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ബർണബാസ് പിതാവ്. ബർണബാസ് പിതാവിൻ്റെ കാലശേഷം അന്തോണീസ് പിതാവ് വന്നു, അതേ സപ്പോർട്ട് തന്നു. ഇപ്പോഴും അന്തോണീസ് പിതാവിൻ്റെ കൂടെ നമ്മൾ പ്രവർത്തിക്കുന്നു. എല്ലാവിധ പിന്തുണയും അന്തോണീസ് പിതാവിനുണ്ട്. പ്രത്യേകിച്ച് അന്തോണീസ് പിതാവ് ഇങ്ങോട്ട് പറയും, യൂത്തിൻ്റെ ഏത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറ, ഞാനും കൂടെ ആ ഒരു വലിയൊരു മനസ്സുണ്ട്.
ഉണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കമ്പനിയുടെ MD ഞാൻ പറഞ്ഞ നേരത്തെ ബാബുച്ചാന് ഒരിക്കൽ പോലും ഞാൻ ഏതെങ്കിലും യൂണിറ്റ് വിസിറ്റിന് പോവുകയാണ് അല്ലെങ്കിൽ മിഷൻ വിസിറ്റിന് പോയി ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല നീ പോകേണ്ടതാണ്. തിരിച്ചെന്നെ പല രീതിയിൽ സഹായിച്ചിട്ടേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി ബാബു ഇറക്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതിനകത്ത് ഒരുപാട് സ്റ്റാഫുണ്ട്. ഞാൻ ഒരു ദിവസം മാറി നിന്നാൽ പോലും എൻ്റെ ആബ്സൻസിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ സ്റ്റാഫ് പല രീതിയിൽ എന്നെ സഹായിക്കുന്നവരുണ്ട്. ആ സ്റ്റാഫുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വച്ചനാണ് എന്നെ MCMലോട്ട് യൂണിറ്റിന്ന് മുകളിലോട്ട് എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കൊണ്ടുപോയത് ദേവസ്വച്ചനാണ്. നമ്മുടെ പിന്നെ ഇപ്പോഴത്തെ ഭോപ്പാലിലെ പ്രീസ്റ്റ് ഇൻചാർജ് ബഹുമാനപ്പെട്ട റെനി മുണ്ടപ്പള്ളി അച്ഛന് ഞാൻ ഇപ്പോഴും MCM നിർത്തി പോകാൻ നേരത്തും അച്ഛനാണ് പറഞ്ഞത് റീജിയനിൽ നിന്ന് മാറിയാലും തൽക്കാലം രൂപതയിൽ നിൽക്കണം എന്നും പറഞ്ഞ് എനിക്ക് സപ്പോർട്ട് ചെയ്യും. ഏത് കാര്യത്തിൽ വിളിച്ചാലും ഭയങ്കര സപ്പോർട്ടാണ് റെനി അച്ഛന്. ഒത്തിരി വൈദികരുണ്ട്. ഒരു നല്ലൊരു വൈദിക സുഹൃത്ത് ബന്ധമുണ്ട് എനിക്ക്. ഏത് കാര്യത്തിൽ വിളിച്ചാലും സപ്പോർട്ടാണ് വൈദികര്, സിസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞ ജോലി തിരക്കിന്റെ ഇടയിലും ഈ കുറേയേറെ ആനിമേറ്റേഴ്സ് ഉണ്ട് യൂത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആനിമേറ്റേഴ്സ് ഉണ്ട്. ഏത് കാര്യത്തിൽ ഞങ്ങളുടെ ഈ ആനിമേറ്റേഴ്സിന്റെ പ്രോഗ്രാമിൽ പോലും അവർ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നവരുണ്ട്. ഞാൻ 3 പള്ളിയിലെ മെമ്പറാണ്. എൻ്റെ ഹോം പാരീഷാണ് മാവേലിക്കര ഇലഞ്ഞിമേൽ ഇടവക, ഭോപ്പാല് എൻ്റെ പാരീഷ്, സൂറത്ത് പാരീഷ്. ഈ 3 ഇടവകയിലും ഒരു നല്ല വിശ്വാസി സമൂഹമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് പിന്തുണ നൽകുന്ന ഈ 3 പള്ളിയിലെയും യൂത്ത്, അവിടുത്തെ പലപ്പോഴായിട്ട് മാറി വന്ന വികാരി അച്ഛന്മാർ, ഇവരെല്ലാം ഒരു വലിയൊരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. എൻ്റെ പപ്പായും മമ്മിയും അവരുടെ ഒരു വലിയ സപ്പോർട്ട്, അച്ചാച്ചൻ്റെ അമ്മയുടെ സപ്പോർട്ട് എന്ന് പറയാൻ നമുക്ക് വർണ്ണിക്കാൻ വയ്യ. ഈവൻ എൻ്റെ ഫാദറില മദറില പോലും മീൻസ് എനിക്ക് ഈ MCM ജേർണിയിൽ ഒരിക്കലും അവർ എന്നെ പുറകോട്ട് വലിച്ചിട്ടില്ല. നല്ലതാണ് മോനെ ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നെ കട്ട സപ്പോർട്ടായ എൻ്റെ സഹോദരങ്ങളുണ്ട്. എൻ്റെ വലിയൊരു, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിലെ ഒരു ഭാഗ്യമാണ് അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ മക്കളുമൊക്കെ സപ്പോർട്ട്. പിന്നെ ഞാൻ എല്ലാ കല്യാണ സമയത്ത് പറയും, നിങ്ങൾ ഒന്നല്ല, അല്ല നിങ്ങൾ രണ്ടല്ല ഇനി ഒന്നാണെന്ന് പറയും. അപ്പോൾ ഭാര്യയോട് നന്ദി പറയേണ്ട കാര്യമില്ല, അവളെൻ്റെ പാർട്ട്ണറാണ്. പക്ഷെ എന്നാലും ഒരു വലിയ സപ്പോർട്ടാണ് എൻ്റെ ഭാര്യ ശോഭയുടെ. ഞാനൊരു പക്ഷേ അത്യാവശ്യ സമയത്ത് സൂറത്തിൽ നിന്ന് ഭോപ്പാലിൽ ചെല്ലേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ പോലും വരണ്ട, മീറ്റിംഗ് അനപ്പയ്ക്കും, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ ഒരു ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ഭാര്യയുടെ. ഞാൻ പലപ്പോഴും ഹിന്ദി മെസ്സേജ് കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഹിന്ദി അത്ര, എന്നോട് പറയും ആ ഹിന്ദിക്കാർ ടാങ് തോർത്താൻ തോ, അങ്ങനെ പോലും ചില വേർഡുകളൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്നിട്ട് എന്നോട് പറയും റെക്കോർഡ് ചെയ്ത് പ്രസംഗം അയച്ചു കൊടുക്കണം. ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ഭാര്യയുടെ. അങ്ങനെ എൻ്റെ MCYM ചരിത്രം, എൻ്റെ ഈ MCYMൻ്റെ ജേർണിയിൽ എന്നെ സഹായിച്ചത് ഒരുപാട് പേര്. എന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അതൊക്കെ പേര് പറഞ്ഞാൽ പോത്തില്ല. പല യൂണിറ്റ്, ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ ഓൺലൈൻ മീറ്റിംഗ് നടത്തുമ്പോൾ ഈ ചില പേരൻസും ഇതിപ്പോൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആ പേരൻസ് വിളിക്കും, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പ്രാർത്ഥനയായിരുന്നു, നല്ല മെസ്സേജ് ആയിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു. അതൊക്കെ നമുക്കുണ്ടല്ലോ വലിയൊരു സപ്പോർട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സ്ഥലത്ത് കിടക്കുന്ന നമ്മുടെ ഈ രൂപതയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ സമയത്ത് എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. എന്നെ സ്നേഹിച്ചതിന്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്, എനിക്ക് എല്ലാവിധ പിന്തുണ നൽകിയതിന് എല്ലാ രൂപതയിലും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഭോപ്പാൽ റീജിയനിലെ ബഹുമാനപ്പെട്ട ഷാനു അച്ഛൻ്റെ ലീഡർഷിപ്പിൽ നീമയുടെ ഒരുപാട് എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. ഇതിന് മുമ്പ് ഇരുന്ന ഒരുപാട് എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് ഭോപ്പാൽ റീജിയനിലെ യൂത്തിനും ഫാമിലിക്കും എല്ലാം, ആനിമേറ്റേഴ്സിനും എല്ലാം ഒത്തിരി നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. നന്ദി.